നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ഭാരതത്തിനെക്കുറിച്ചും സംസാരിക്കുന്ന പാകിസ്ഥാൻ യൂട്യൂബറെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ നിരവധി പ്രതിഷേധവും ഉണ്ടായി. പ്രശസ്ത പാകിസ്ഥാനി യൂട്യൂബർമാരായ സൊഹൈബ് ചൗധരിയുടെയും സന അംജദിന്റെയും തിരോധനമാണ് വലിയ ചർച്ചകൾക്ക് വിവാദങ്ങൾക്കും വഴിവെച്ചത്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തിക്കൊണ്ടും ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളും വികസനവും തുറന്നു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ചാനലുകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുള്ള യൂട്യൂബർമാരാണ് സൊഹൈബ് ചൗധരിയും സന അംജദും. ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നീക്കം ചെയ്യാനും ചാനൽ നിർത്താനും പറഞ്ഞുകൊണ്ട് നിരന്തരം ഇരുവരും ഭീഷണികൾ നേരിട്ടിരുന്നു. ദുരൂഹമായി 21 ദിവസത്തെ തിരോധാനത്തിന് ശേഷം സൊഹൈബ് ചൗധരിയും സന അംജദും തിരിച്ചെത്തിയിരിക്കുകയാണ്. സൊഹൈബ് ചൗധരിയും സന അംജദും വീഡിയോയിലൂടെ തങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തി. സംശയങ്ങൾക്കും ദുരൂഹങ്ങൾക്കും അവസാനമാണിത്. തന്നെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അവരുടെ സംഘടനയിൽ ചേരാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി സൊഹൈബ് വീഡിയോയിൽ വെളിപ്പെടുത്തി. ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് സൊഹൈബ് പറയുന്നില്ല. എന്നാൽ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് യൂട്യൂബർ പറയുന്നു. തടവിലായിരിക്കുമ്പോൾ താൻ ജീവനോടെ തിരികെ പോരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും സൊഹൈബ് പറഞ്ഞു. ഏത് ദിവസം വേണമെങ്കിലും തന്റെ ജീവിതത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ഞാൻ കരുതി. ആരുടെ പാർട്ടിയിൽ ചേരാൻ നിരന്തരം നിർബന്ധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. എങ്കിലും എല്ലാ വേദനകൾക്കിടയിലും ഞാൻ വഴങ്ങിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഭയപ്പെട്ടില്ല. എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂട്യൂബറായ സന അംജദും തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചു. തന്നെ നിശബ്ദമാക്കാൻ തന്റെ കുടുംബത്തെ പോലും അവർ ഉപദ്രവിച്ചു. എന്റെ ചാനലിന്റെ പേര് പറഞ്ഞ് എന്റെ അമ്മയെ അവർ പീഡിപ്പിച്ചു. ചാനലിലെ ഉള്ളടക്കം ഡിലീറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചാനൽ തന്നെ വേണ്ടെന്ന് വെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്റെ ദൃഢനിശ്ചയത്തെ ഇല്ലാതാക്കാൻ ഇതിനൊന്നും കഴിയില്ല. അമ്മയെ അവർ പീഡിപ്പിച്ചതിന് പിന്നാലെ എന്റെ എല്ലാ ഭയവും ഇല്ലാതായി. വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ ഇനിയും തുടരും. ഇതാണ് സന അംജദ് വ്യക്തമാക്കിയത്. ഇന്ത്യയെ പുകഴ്ത്തുന്നത് പാകിസ്ഥാനിൽ ഒരു കുറ്റമല്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയക്കാരും മുൻകാലങ്ങളിൽ ഇന്ത്യൻ നയങ്ങളെ പ്രശംസിച്ചിട്ടുണ്ടെന്നും സന പറഞ്ഞു. തന്റെ പാകിസ്ഥാൻ സഹപാഠികളുടെ നിശബ്ദതയെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ കാണാതായ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് അവർ ഇന്ത്യൻ മാധ്യമങ്ങൾക്കും യൂട്യൂബർക്കും സന നന്ദി പറഞ്ഞു. സ്ട്രീറ്റ് ഇന്റർവ്യൂകൾക്കും പബ്ലിക് റിയാക്ഷൻ വീഡിയോകളും ചെയ്ത് പാകിസ്ഥാനിൽ പ്രശസ്തി നേടിയ സന അംജദും ഷൊയ്ബ് ചൗധരിയും ഇന്ത്യക്കാർക്കിടയിലും പ്രിയങ്കരായിരുന്നു. റിയൽ എന്റർടൈൻമെന്റ് എന്ന ഷോയിബിന്റെ ചാനലും സനയുടെ സെൽഫ് ടൈറ്റിൽസ് എന്ന ചാനലും ഇന്ത്യയിലും നിരവധി കാഴ്ചക്കാരുണ്ടായിരുന്നു. പാകിസ്ഥാനെ കുറിച്ചുള്ള സമകാലിക കാര്യങ്ങളും പൊതുജന അഭിപ്രായവുമായിരുന്നു ഇരു രാജ്യങ്ങളിലെയും വീഡിയോകളിലെ ഉള്ളടക്കം. ഇന്ത്യയിലെ സംഭവങ്ങളെ കുറിച്ചുള്ള പാക് ജനതയുടെ അഭിപ്രായങ്ങളും വീഡിയോകളിൽ വിഷയമായി എത്തിയിരുന്നു. മോദി സിംഹമാണെന്ന തലക്കെട്ടോടെ പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള സനയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തതായാണ് വിവരം. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത, അഴിമതി, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാന്റെ ഭരണത്തിനെതിരെ യൂട്യൂബർമാർ ആഞ്ഞടിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.